വനിതാ സംവരണ ബില്ലിനെതിരെയും ഡീലിമിറ്റേഷനെതിരെയും തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമാണെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിജെപി നേതാക്കൾ. ഏപ്രിൽ 16-17 തീയതികളിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, TMC, DMK, CPM എന്നീ പാർട്ടികൾ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിന്റെ കരുത്തിലൂടെ സ്ത്രീകൾ ഇത്തരം പാർട്ടികളെ രാഷ്ട്രീയത്തിന്റെ അരികിലേക്ക് തള്ളിക്കളയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡീലിമിറ്റേഷൻ ഒരു ഭരണഘടനാ ബാധ്യതയാണ്. ഇത് ദക്ഷിണേന്ത്യയ്ക്ക് ദോഷകരമാകുമെന്ന പ്രചാരണം തെറ്റാണെന്നും നേതാക്കൾ പറഞ്ഞു. സമാജ്വാദി പാർട്ടി മതാടിസ്ഥാനത്തിലുള്ള സംവരണം ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. പഞ്ചായത്തുകളിൽ സംവരണം നൽകാൻ തയ്യാറായ കോൺഗ്രസ് പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് വാതിലുകൾ അടയ്ക്കുകയാണ് ചെയ്തത്. സ്ത്രീശക്തി വന്ദൻ നിയമത്തെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തി വൈകിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ തടയുന്നതിന് തുല്യമാണ്. ഷാബാനു കേസിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിന്നവർക്ക് സ്ത്രീ സമത്വം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ ആരോപിച്ചു. കേരളത്തിന് 20 MP-മാർ എന്നുള്ളത് 30 ആവുകയും കൂടാതെ അതുപോലെ നമ്മുടെ സദേൺ സ്റ്റേറ്റുകൾ, നമ്മുടെ കർണാടക, ദക്ഷിണ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായി ഇപ്പോഴുള്ളതിന്റെ 50% കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സത്യം മറച്ചു പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് ലഭിക്കുവാനും അതിലൂടെ തുടർഭരണത്തിൽ കയറുവാനും ഇത്തരത്തിലൊരു നിയമനിർമ്മാണം, ഇത്തരത്തിലൊരു അമെൻമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപിച്ചത്. ഈ രാജ്യത്തെ പകുതിയിലധികം വരുന്ന സ്ത്രീ ജനങ്ങളോടുള്ള വഞ്ചനാപരമായ സമീപനമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, BJP പാലക്കാട് പാലസ് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമാ ബാബു, വൈസ് പ്രസിഡന്റ് രജിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.